വിശ്വഗുരു എന്ന കർത്തവ്യ നിർവഹണത്തിന് ഭാരതത്തെ പ്രാപ്തമാക്കുകയാണ് RSSന്റെ ലക്ഷ്യമെന്ന് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജക് ജെ നന്ദകുമാർ. ലോകത്തിന് മാർഗം കാണിച്ചു കൊടുക്കുക എന്ന വലിയ കർത്തവ്യം ഭാരതത്തിനുണ്ട്. രാഷ്ട്രീയത്തിലുപരി സാംസ്കാരികമായ വ്യാഖ്യാനമാണ് രാഷ്ട്രമെന്ന സങ്കല്പത്തിന് രാഷ്ട്രീയ സ്വയംസേവക സംഘം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘത്തിന്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ജനം TV പുത്തൻ പുലരിയിൽ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസൊക്കെ വിലയിരുത്തുമ്പോൾ ഒരു വസ്തുത വളരെ വ്യക്തമാണ്. ഭാരതത്തിൽ നിന്ന് വേറിട്ടുപോയ ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ അന്ന് വേറിട്ടുപോയ പ്രദേശങ്ങളിൽ മുഴുവൻ തന്നെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഭാരതത്തോട് ചേരാനും ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ആഗ്രഹം വളർന്നു വരുന്നൊരു കാലഘട്ടമാണ്. പിന്നെ അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ അതൊരു മിലിറ്ററി അഗ്രഷനിലൂടെ അല്ലെങ്കിൽ പിടിച്ചു ചേർക്കലിൻ്റെ ഒരു പുതിയ കാലത്തിൻ്റെ ചില സംവിധാനങ്ങളുണ്ട്, ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന അതൊന്നുമല്ല സംഘം അഖണ്ഡ ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലത്തും രാഷ്ട്രമെന്ന സങ്കല്പത്തിന് സംഘം കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം അത് പൊളിറ്റിക്കൽ എന്നതിനേക്കാൾ ഉപരി സാംസ്കാരികമാണ്. അപ്പോൾ ഒരു സാംസ്കാരികമായ ഒത്തൊരുമ ആദ്യഘട്ടത്തിൽ രൂപപ്പെടുകയും അതിലൂടെ ഭാരതത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയും ഭാരതത്തിൻ്റെ ഖ്യാതി ലോകമെമ്പാടും വർദ്ധിക്കുകയും ഇന്ന് ഈ കാലത്ത് സാമ്പത്തികമായും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും ഒക്കെ രാഷ്ട്രം നേടുന്ന ഈ വളർച്ചയും മറ്റ് പ്രദേശങ്ങൾക്ക് ഭാരതത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനുള്ള പ്രേരണ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനും അപ്പുറത്തൊരു ലക്ഷ്യം കൂടിയുണ്ട് സംഘത്തിന്. സംഘം ശാഖ തുടങ്ങി സാമൂഹ്യ പരിവർത്തനം നടത്തി ഇന്നത്തെ ഭാരതത്തിൻ്റെ ഉള്ളിൽ വ്യവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാക്കി. അതിനപ്പുറം അഖണ്ഡ ഭാരതത്തിൻ്റെ സാക്ഷാത്കാരം, അതിനുമപ്പുറത്തൊരു വലിയ ലക്ഷ്യമുണ്ട് സംഘത്തിന്. അത് ലോകത്തോട് ചെയ്യാനുള്ള ഒരു വലിയ കർത്തവ്യം ഭാരതത്തിനുണ്ട്. സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്നത് പോലെ സ്പിരിച്വലൈസേഷൻ ഓഫ് ദ ഹോൾ വേൾഡ്, അത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, ആ അവസ്ഥയ്ക്ക് ലോകഗുരുവെന്നോ ലോകമിത്രമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, ആ കർത്തവ്യ നിർവഹണത്തിന് പ്രാപ്തി ഉണ്ടാക്കുക എന്നതാണ് സംഘത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ മാർഗത്തിലൂടെ സംഘം മുന്നോട്ട് പോവുകയാണ്.